മംഗലം ഡാം വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ കെട്ടിടം തകർന്നു. പുലർച്ചെ 1:30 സംഭവം നടന്നത്. സമീപത്തെ പുരയിടത്തിലും നാശനഷ്ടങ്ങളുണ്ട്. ഈ മരം ഭീഷണിയാണെന്നും മുറിച്ചുമാറ്റണമെന്നും ബന്ധപ്പെട്ട അധികാരികളോട് മാസങ്ങൾക്ക് മുമ്പ് യൂണിറ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നിരവധി വീടുകളുള്ള ഈ പ്രദേശത്തേക്കുള്ള ശുദ്ധജല വിതരണവും വൈദ്യുതി ബന്ധവും തകരാറിലായി. മരം ഏറ്റെടുക്കാൻ കരാറുകാർ വന്നാൽ അധിക വില പറഞ്ഞ് അധികൃതർ ഒഴിവാക്കുകയാണെന്നും പരാതിയുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ മരങ്ങൾ അനാമത്തായിട്ട് ഇവിടെ പാഴായിട്ട് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ലേലം ചെയ്യുന്നില്ല ഇവര്. ഇത് ആരെ എന്തുദ്ദേശിച്ചിട്ടാണ്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളെന്നും ഒന്നും മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. ഇറിഗേഷൻ ഒരുപാട് മരങ്ങൾ, കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ മരങ്ങൾ ഈ ഇത്രയും സ്ഥലത്തിൻ്റെ ഉള്ളിൽ വീണ് നശിച്ചു കിടക്കുന്നുണ്ട്. ഇവിടെ സമയാസമയങ്ങളിൽ മുറിച്ചു മാറ്റുകയാണെങ്കിൽ നഷ്ടം വരില്ല. ഈ മറിയുന്ന മരങ്ങളും അല്ലെങ്കിൽ വീഴുന്ന മരങ്ങളും കൈയോടെ മുറിച്ചു മാറ്റി അത് ലേലം ചെയ്യാനുള്ളൊരു സംവിധാനം കണ്ടെത്തിയാൽ മതി. ഇവർ സാധാരണ ഇതിനു മുമ്പ് അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഏതൊരു മരം ഉണ്ടെങ്കിലും ഇവിടെ നോട്ടീസ് ബോർഡിൽ ഇന്ന മരം ലേലം വിളിക്കാനുണ്ട് പറഞ്ഞിട്ട് ഇവിടെ ലേലം വിളിക്കാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനൊരു സംവിധാനമേ ഇല്ല ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇത്തരത്തിൽ നിരവധി മരങ്ങളാണ് പ്രദേശത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നതെന്നും ജീവഹാനി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ഈ വലിയൊരു മരം വീണ് തകർന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങൾ രേഖാമൂലം കത്ത് നൽകിയിട്ടുള്ളതാണ്. ഈ മരം മുറിച്ചു മാറ്റണമെന്നും ഇത് ഞങ്ങൾക്ക് ഭീഷണിയാണെന്നും പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉദാസീനത കാണിച്ചു. അതാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ ബിൽഡിങ് നിശേഷം തകർന്നിരിക്കുകയാണ്. അതിനുവേണ്ട നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.